പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ കൂട്ടലും കിഴിക്കലുമായി മുന്നണികൾ 10,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം നേടുമെന്നാണ് UDFന്റെ അവകാശവാദം. ഭരണവിരുദ്ധ വികാരവും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണവും UDFന് അനുകൂല ഘടകങ്ങളായെന്നും നേതൃത്വം വിലയിരുത്തുകയാണ്. മികച്ച വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് LDFും ഉള്ളത്. പാലക്കാട് അക്കൗണ്ട് തുറക്കുമെന്നാണ് NDA നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മൂന്ന് മുന്നണികളുടെയും പ്രധാന നേതാക്കൾ നടത്തിയ പരസ്യ പ്രതികരണങ്ങൾ നമുക്ക് ആദ്യം കാണാം. പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയസാധ്യത 3ാം സ്ഥാനത്താണ് നിലവിൽ ഉള്ളത്. അവിടെ വിജയസാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം കൃത്യമായിട്ട് പോളിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ വലിയ പാർലമെന്റ് ഇലക്ഷനിൽ ഉണ്ടായതിനേക്കാൾ ഉജ്ജ്വലമായ വിജയം നമുക്കുണ്ടാവും. ഇത്തവണ NDA പാലക്കാട് വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എല്ലാ കണക്കുകളും ഇത്തവണ NDAക്ക് അനുകൂലമാണ്. അല്ലമീൻ തോട്ടുമുക്ക്, സാനിയോ മനോമി, ദീപക് മലയമ്മ, R റോഷിപാൽ എന്നിവർ ചേരുന്നു പാലക്കാട് നിന്ന്. ആദ്യം അല്ലമീനിലേക്ക് പോകാം. അമീൻ, UDF ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകളിലും അത് പ്രകടമാണ്. പക്ഷേ എത്ര ഭൂരിപക്ഷം എന്നവർ കൃത്യമായി പറയുന്നില്ല. കണക്കുകൾ കൂട്ടിയും കിഴിച്ചും കഴിയുമ്പോൾ എന്താണ് UDF നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ? വിനിത, സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റായ ഷാഫി പറമ്പിലും കൃത്യമായൊരു ഭൂരിപക്ഷത്തിന്റെ കണക്ക് പറയുന്നില്ല. ഒരു കംഫർട്ടബിൾ മാർജിൻ എന്നുള്ളതാണ് രാഹുലിന്റെ വാദം. അഞ്ചക്കം തികയ്ക്കുമെന്നുള്ളതായിരുന്നു ഷാഫി പറയുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനായ VK ശ്രീകണ്ഠൻ MP പറയുന്നത് 12,000 മുതൽ 15,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമാണ് അവർക്കുള്ളത്. UDFന് പ്രതികൂലമായ ഒരു സാഹചര്യവും മണ്ഡലത്തിലില്ല എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം BJP തങ്ങൾക്ക് ഏറ്റവും വലിയ സ്വാധീന മേഖലയായി ചൂണ്ടിക്കാണിക്കുന്ന മുനിസിപ്പാലിറ്റിയിൽ 68% പോളിംഗ് നടന്നിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനാർത്ഥികൾക്ക് നൽകുന്ന ബാലറ്റ് കണക്കുകളുണ്ട്. അതനുസരിച്ചിട്ടാണ് 68% എന്നൊരു കണക്ക് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ BJP വലിയ പ്രതീക്ഷ പുലർത്തുന്ന ആ സ്ഥലത്ത് വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് അത് UDFന് ഗുണകരമാകും എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് അവർക്കുള്ളത്. അതേസമയം UDF സ്വാധീന മേഖലയായി കാണുന്ന പിരായിരിയിൽ ഉൾപ്പെടെ കഴിഞ്ഞ തവണത്തേതിന് സമാനമായിട്ടുള്ള രീതിയിൽ, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും 1% മറ്റു കുറവ് മാത്രമാണ് പോളിംഗിൽ ഉണ്ടായിട്ടുള്ളത്. അവിടെയെല്ലാം തങ്ങൾക്ക് അനുകൂലമായി തന്നെ പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം മാത്തൂരിലും കണ്ണാടിയിലും വലിയൊരു ഒഴുക്ക് LDF വോട്ടുകളിൽ നിന്ന് UDFന് അനുകൂലമായി ഉണ്ടാകുമെന്നും അവർ കണക്ക് കൂട്ടുകയാണ്. മാത്രമല്ല തങ്ങളുടെ സ്വാധീന മേഖലകളിലെല്ലാം കൃത്യമായി വോട്ടിംഗ് നടന്നിട്ടുണ്ട്, പോളിംഗ് നടന്നിട്ടുണ്ട്. തങ്ങളുടെ ആളുകളെയെല്ലാം കൃത്യമായി എത്തിച്ച വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുമുണ്ട് എന്നൊരു ആത്മവിശ്വാസം കൂടി അവർ പങ്കുവെക്കുകയാണ്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം കൃത്യമായി തന്നെ UDFന് അനുകൂലമായി ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഭരണവിരുദ്ധ വികാരം, അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ഒരുപോലെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. അതെല്ലാം വോട്ടായി മാറുമെന്നുള്ളതാണ് UDFന്റെ കണക്കുകൂട്ടൽ. വിവാദങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ഘട്ടത്തിൽ. ആ വിവാദങ്ങൾ ഉയർത്തിവിട്ടത് ഒരു ഭാഗത്ത് BJPയും ഒരു ഭാഗത്ത് CPMുമാണ്. ആ വിവാദങ്ങളിൽ UDFനെയും UDF സ്ഥാനാർത്ഥിയും തളച്ചിടാനാണ് എതിരാളികൾ ശ്രമിച്ചതെന്നവർ പറയുന്നു. പക്ഷേ ആ വിവാദങ്ങൾ ആ അർത്ഥത്തിൽ AC-ഇല്ലെന്ന് മാത്രമല്ല, അതെല്ലാം UDFന് അനുഗുണമായി മാറിയെന്നുകൂടി അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ രാഷ്ട്രീയ സാഹചര്യവും തങ്ങൾക്ക് അനുകൂലമാണ്. അതിന്റെ പ്രതിഫലനം ഉണ്ടാകും. ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും അതിന് തൊട്ടുമുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന് ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കുമെന്നുള്ളതും അവർ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും പറയുകയാണ്. ഇന്നലെ ബൂത്ത് തലത്തിൽ നിന്നുള്ള കണക്കുകൾ ശേഖരിച്ചതിന് ശേഷം ഏതാണ്ട് പുലരുവോളം UDFന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ, തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വിശകലനങ്ങളിലായിരുന്നു നേതൃത്വം. അതിനുശേഷമാണ് ഈ തരത്തിലൊരു കണക്കുകളും പ്രതികരണവും അവർ നടത്തുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുകയും വലിയ മുന്നേറ്റം നടത്തുകയും ചെയ്തത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വലിയ രീതിയിൽ വോട്ടുകൾ നൽകിയ ബൂത്തുകളിലും വലിയ രീതിയിൽ വോട്ടുകൾ നൽകിയ ഇടങ്ങളിലൊന്നും ആ അർത്ഥത്തിലുള്ള വോട്ടിംഗ് പെർസെന്റേജ് ഇത്തവണ ഉണ്ടായിട്ടില്ല എന്നുകൂടി UDF നേതൃത്വം ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ കണക്കുകൾ മുൻനിർത്തി വലിയ ആത്മവിശ്വാസം, തികഞ്ഞ വിജയ പ്രതീക്ഷ പങ്കുവെക്കുകയാണ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും UDF നേതാക്കളും. വിനിത, അല്ലമീൻ, UDF ജയിക്കുകയാണെങ്കിൽ അല്ലമീന്റെ ഒരു കണക്ക് കൂട്ടൽ എന്താണ്? എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടും? നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് പ്രസക്തിയില്ലല്ലോ. എന്നാലും ഒരു 7,000 മുതൽ 8,000 വരെ വോട്ടുകളാണ് നമ്മളും കാണുന്നത്. ഈ പലതരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഈ പറയുന്നത് പോലെയൊക്കെ ഉണ്ടായാൽ പോലും അതിൻ്റെയൊക്കെ ഒരു സാഹചര്യങ്ങൾ വിലയിരുത്തി നോക്കുമ്പോൾ ഒരു 7,000 മുതൽ 8,000 വരെ വോട്ടുകൾ ലഭിച്ചേക്കുമെന്നുള്ളതാണ് നമ്മളും വിലയിരുത്തുന്നത്. ഏതായാലും വിജയിക്കും എന്നുള്ളത് തന്നെയാണ് പല സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കുന്നത്. അടിയൊഴുക്കുകൾ ഉണ്ടെന്ന് പറയുമ്പോഴും മറ്റു പല രാഷ്ട്രീയ സാഹചര്യങ്ങളും മറ്റ് വിവാദ വിഷയങ്ങളുമൊക്കെ കണക്ട് ചെയ്ത് നോക്കുമ്പോഴും എത്ര പ്രതികൂല സാഹചര്യം ഉണ്ടായാലും ഒരു 6,000-നും 8,000-നും ഇടയിൽ വോട്ടുകൾക്ക് വിജയിക്കാനുള്ള സാധ്യത തന്നെയാണ് വ്യക്തിപരമായി നമുക്കും റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ. ശരി, ഏതായാലും UDF ക്യാമ്പിൽ നിന്നാണ്